സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളിയെ ചെറുക്കേണ്ടതെങ്ങനെ എന്ന തലക്കെട്ടിൽ CPM കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയ ലഘുകൃതി 150 രൂപയ്ക്ക് വിപണിയിൽ ലഭ്യമാണ്. അതിൽ 65-ാം പേജിൽ 7-ാമത്തെ പോയിന്റ് നമുക്ക് ഇങ്ങനെ വായിക്കാം. RSSും ഹിന്ദുത്വ വർഗീയ ശക്തികളും വിദ്യാഭ്യാസ മേഖലയിൽ വളരെ സജീവമാണ്. മതനിരപേക്ഷവും ജനാധിപത്യപരവും വൈവിധ്യപൂർണവുമായ ഉള്ളടക്കത്തോടു കൂടിയതും ശാസ്ത്രീയ ചിന്ത പ്രോത്സാഹിപ്പിക്കുന്നതുമായ വിദ്യാഭ്യാസത്തെ സൃഷ്ടിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടാൻ നാം മുൻകൈയെടുക്കണം. RSSന്റെ വിദ്യാഭ്യാസ പദ്ധതിയാണ് PM ശ്രീ. കേരളീയ സമൂഹത്തിന്റെ എതിർപ്പുകൾക്കൊന്നും ചെവികൊടുക്കാതെ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ ദിവസം അതിൽ ഒപ്പുവെച്ചു. അഥവാ കേന്ദ്രം വെച്ചു നീട്ടിയ പണക്കീഴി കണ്ട് കണ്ണുമഞ്ഞളിച്ച് RSSന്റെ മുന്നിൽ CPM കീഴടങ്ങി. ഒപ്പുവെച്ചാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ലെന്നാണ് CPM നേതൃത്വങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. PM ശ്രീയുടെ ഡാഷ്ബോർഡിൽ പോയാൽ അതിൽ 10-15 ചോദ്യോത്തരങ്ങൾ ഉണ്ട്. PM ശ്രീ സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം അതിന്റെ യഥാർത്ഥ അന്തസ്സോടെ നടപ്പാക്കുമെന്നും കരിക്കുലത്തിൽ ഇടപെടുമെന്നും അവിടെ നമുക്ക് വായിക്കാം. വംശീയവാദിയും കലാപങ്ങളുടെ ചോരക്കുറ പുരണ്ടതും തനി ജനാധിപത്യ വിരുദ്ധനുമായ ജിയുടെ ചിത്രം കണ്ടുവേണം ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിക്കാൻ. ഇതൊരു മന്ത്രിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗമാണ് ജി റാങ്കൻ. ഇപ്പോഴത്തെ സംസാരിച്ച വിഷയം ഈ മന്ത്രിക്ക് അറിയില്ല. രാവിലെ കൂടിയ ഞങ്ങളുടെ യോഗത്തിലും മന്ത്രിമാരെ നടക്കമുണ്ടായിരുന്നു. അവർക്ക് ആർക്കും അറിയില്ല. അവർക്കെല്ലാം ഒന്നറിയാം, ഏറ്റവും ഒടുവിൽ കൂടിയ ക്യാബിനറ്റ് യോഗത്തിലും CPIയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയം ഉന്നയിച്ചു. ഈ വാർത്തയെല്ലാം കേട്ടപ്പോൾ എന്താണ് അതിൻ്റെ സത്യം എന്ന് ചോദിച്ചു. ഒരു മന്ത്രിക്കുള്ള അവകാശമാണ്. എന്താ സത്യം, എന്താണ്, എന്താ സംഭവിക്കുന്നത്? ഒരാൾ ഉത്തരം പറഞ്ഞില്ല. അതെന്ത് ഗവൺമെന്റാണ്? ഇതെന്ത് സർക്കാർ എന്നാണ് ബിനോയ് വിശ്വം ചോദിക്കുന്നത്. PM ശ്രീയിൽ നേരത്തെയുള്ള നിലപാടിൽ നിന്നും യൂട്ടേൺ അടിക്കാനുള്ള കാരണം മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന ഘടകകക്ഷിയായ CPIയെ പോലും ബോധ്യപ്പെടുത്താൻ CPMന് ഇതേവരെ സാധിച്ചിട്ടില്ല. പിന്നെങ്ങനെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാൻ? അതുകൊണ്ടാണ് CPI പറഞ്ഞത് ഇത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അതുകൊണ്ടാണ് CPI പറഞ്ഞത് NEPയിലേക്ക് ചാടും മുമ്പ് 2 വട്ടം ചിന്തിക്കണമെന്ന്. അതിപ്പോഴും CPI പറയുന്നു. ചിന്തിച്ചോ? PM ശ്രീ വേണ്ടതില്ലല്ലോ എന്ന CPI നിലപാടിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് ശിവൻകുട്ടിയും ഗോവിന്ദൻ മാഷും ചെയ്തത്. അങ്ങനെ ബിനോയ് വിഷയം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിട്ട് പറയാം. വളരെ ഐക്യത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകും. മറ്റു പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ പോലെ 2 വർഷമായി കേരളം ചെറുത്തുനിന്ന PM ശ്രീയിൽ ഒപ്പിടാനുള്ള പിണറായി സർക്കാരിന്റെ തീരുമാനം CPM നേതൃത്വം RSS അജണ്ടയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയതിന്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ്. ചെങ്കൊടി അതിന്റെ ആശയപരമായ മൂർച്ച കളഞ്ഞ് കാവിക്കൊടിക്ക് വഴിമാറുന്ന ഈ രാഷ്ട്രീയ അപജയം കേരളം അതീവ ഗൗരവത്തോടെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. കേന്ദ്രത്തിന്റെ 1400 കോടിയിലേറെ രൂപ എന്തിനു വെറുതെ കളയണം എന്നാണ് ഇടതുപക്ഷത്തിന്റെ ലളിതമായ ലോജിക്. 5 വർഷം കൊണ്ട് പല ഗഡുക്കളായി പല കടമ്പകൾക്ക് ശേഷം മാത്രം ലഭിക്കാൻ സാധ്യതയുള്ള ഈ തുകയ്ക്ക് വേണ്ടി നമ്മുടെ മതനിരപേക്ഷ വിദ്യാഭ്യാസ നയത്തെയും നമ്മുടെ സ്കൂളുകളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും RSSന് മുന്നിൽ പണയം വെക്കുന്നത് എന്തിനാണ്? PM ശ്രീ വെറുമൊരു ഫണ്ട് വിതരണ പദ്ധതിയല്ല. ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ NEP എന്ന RSS പദ്ധതിയിലെ സുപ്രധാന പ്രോജക്റ്റാണ്. NEPയുടെ യാഥാർത്ഥ്യ ലക്ഷ്യം വ്യക്തമാണ്. ചരിത്രത്തെയും പാഠഭാഗങ്ങളെയും കേന്ദ്രീകൃതമായി തിരുത്തിയെഴുതി സംഘപരിവാർ താല്പര്യങ്ങൾക്കനുസരിച്ച് ഏകീകരിച്ച് പ്രാദേശിക സാംസ്കാരിക വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുക. കൂടാതെ ഭാരതീയ മൂല്യങ്ങൾ എന്ന പേരിൽ ഹിന്ദുത്വ അജണ്ടകളെ പാഠ്യപദ്ധതിയിലേക്ക് തിരുക്കി കയറ്റി മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുക. ഇന്ത്യയെ മാറ്റിയെഴുതാൻ RSS കണ്ട പദ്ധതിയാണിത്. CPI അടക്കമുള്ള സ്വന്തം സഖ്യകക്ഷികൾ പോലും ഇതിനെ NEP നടപ്പാക്കാനുള്ള കുറുക്കുവഴിയെന്ന് പരസ്യമായി വിമർശിക്കുമ്പോഴും CPM തഞ്ചത്തിൽ കണ്ണടയ്ക്കുകയാണ്. കാവി അജണ്ടയ്ക്ക് കേരള സർക്കാർ ചുവപ്പ് പരവതാനി വിരിക്കുന്ന അശ്ലീലമായ ഒരു കാഴ്ച. തമിഴ്നാടും ബംഗാളും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന കേന്ദ്രത്തിന്റെ ഇത്തരം സാമ്പത്തിക ഭീഷണികളെ ധീരമായി ചെറുത്തു നിൽക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് നിഷേധിക്കപ്പെട്ടിട്ടും അവർ തങ്ങളുടെ വിദ്യാഭ്യാസ നയത്തിൽ വെള്ളം ചേർക്കാൻ തയ്യാറായിട്ടില്ല. ചരിത്രം തിരുത്തിയെഴുതപ്പെടുന്നതും വിദ്യാഭ്യാസം കായുവൽക്കരിക്കപ്പെടുന്നതും നോക്കി ഭരണപക്ഷത്തിരുന്ന് കൈയടിക്കുന്ന CPM നേതൃത്വം ഇന്നാട്ടിലെ കുഞ്ഞുങ്ങളോട് മാപ്പ് പറയേണ്ടി വരുമെന്ന് ഓർക്കണം. തമിഴ്നാടും ബംഗാളും കാണിച്ച രാഷ്ട്രീയ പ്രതിരോധം കേരള സർക്കാർ മാതൃകയാക്കണം.
ചെങ്കൊടി അതിന്റെ ആശയപരമായ അടിത്തറ ഉപേക്ഷിച്ച് കേന്ദ്രത്തിന്റെ പിച്ചപാത്രമായി മാറുന്ന ഈ രാഷ്ട്രീയ ദുരന്തം സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ളതല്ല. ഇത് CPM നേരിടുന്ന രാഷ്ട്രീയ പാപ്പരത്തിന്റെയും RSSനോടുള്ള രാഷ്ട്രീയ വിധേയത്വത്തിന്റെയും പ്രതിഫലനമാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിനുമേലുള്ള ഈ പ്രഹരം ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും.